ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായിട്ടുള്ള ഒരു സർവൈവൽ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ദ ലാസ്റ്റ് ഹൗസ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉറക്കം എണീറ്റിട്ട് വാതിലും ജനലൊക്കെ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ വാതിലും ജനലും തുറക്കാനായിട്ട് കഴിയുന്നില്ല. ആദ്യം നിങ്ങൾ കരുതും അത് വാതിലിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് പ്രശ്നം. ആർക്കും പുറത്തിറങ്ങാനായിട്ട് കഴിയുന്നില്ല. ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ പുറത്ത് എന്താണ് സംഭവിക്കുക എന്നും ആർക്കും അറിയില്ല. അങ്ങനെ ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങളോളം ഒരു വീടിനുള്ളിൽ കുടുങ്ങി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അതെങ്ങനെയുണ്ടാവും? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയിലെ ക്യാരക്ടേഴ്സും ഒരു വീടിനുള്ളിൽ പെട്ടുപോവാണ്. അവർ ആ വീടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോ ഒരു തടാകത്തിൻ്റെ കരയിലിരുന്ന് മീൻ പിടിക്കുകയാണ്. കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് ഒരു ചെറിയ മീനെ അവന് കിട്ടുന്നത്. ഇത്രയും ചെറിയ മീനെ പിടിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിച്ചിട്ട് ഹീറോ അതിനെ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വിടുകയാണ്. അങ്ങനെ മീൻപിടുത്തമൊക്കെ അവസാനിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആകാശം പെട്ടെന്ന് ഇരുണ്ടു തുടങ്ങുന്നത്. വലിയൊരു മഴയും കൊടുങ്കാറ്റും വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണ്. അവൻ വേഗം കാറെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. അവൻ താമസിക്കുന്നത് കുറച്ച് കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഏരിയയിലാണ്. വലിയ നഗരത്തിൻ്റെ തിരക്കൊന്നുമില്ല. ഓരോ കുടുംബവും അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ശാന്തമായ ഒരു സ്ഥലം. ഹീറോ വീട്ടിലെത്തുമ്പോൾ ആദ്യം ഗ്യാരേജ് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഗ്യാരേജിൻ്റെ ഡോറ് തുറക്കുന്നില്ല. അതിനാൽ കാറ് പുറത്ത് നിർത്തിയിട്ട് അവൻ വീട്ടിലേക്ക് കയറുന്നു. അകത്ത് ഭാര്യയും മകനും മകളും അവനെ കാത്തിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഹീറോ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഡോണറ്റ്സ് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇതേ സമയത്ത് തന്നെ വീട്ടിലെ നെറ്റ്വർക്ക് പോവാണ്. ഇൻ്റർനെറ്റ് ഇല്ല, ഫോണിന് സിഗ്നൽ ഇല്ല, പുറത്താണെങ്കിൽ വലിയ മഴയും. ഇതിനിടയിൽ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട് വളരെയധികം പഴക്കം ചെന്നൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് മാറിപ്പോകണം എന്നൊക്കെ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആണെങ്കിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഹീറോ തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി പുറത്ത് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഹീറോ ഫ്രണ്ട് ഡോറ് പോയി തുറക്കാൻ ശ്രമിക്കുമ്പോൾ വാതിൽ തുറക്കാനായിട്ട് കഴിയുന്നില്ല. ആദ്യം എല്ലാവരും കരുതുന്നത് ഡോറിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കുന്നതാണ്. അവൻ വീട്ടിലെ മറ്റൊരു വാതിൽ പോയിട്ട് പരിശോധിച്ചു നോക്കുകയാണ്. അതും തുറക്കുന്നില്ല. ജനലുകളും പരിശോധിക്കുന്നു. അതും തുറക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ വീട്ടിലുള്ള എല്ലാ എക്സിറ്റുകളും പരിശോധിച്ചിട്ടും ഒരു വഴിയിലൂടെയും പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാവുകയാണ്. ഇത് വെറും ലോക്കല്ലെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അവൻ വാതിൽ തുറക്കാൻ പല രീതികൾ ശ്രമിച്ചിട്ടും വാതിലിന് ഒരു മാറ്റവുമില്ല. ജനലുകളും അതുപോലെ തന്നെ. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അവൻ കാണുന്നത്. അയൽവീട്ടുകളിലെ ആളുകളും അവരുടെ വീടുകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവർക്കും വാതിൽ തുറക്കാനായിട്ട് കഴിയുന്നില്ല. അതായത് ഇത് ഇവരുടെ വീട്ടിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. മുഴുവൻ വീടുകളിലും ഒരേ സമയം എന്തോ സംഭവിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടി മാത്രം വീടിന് പുറത്തുള്ളതായിട്ട് അവർ കാണുന്നുണ്ട്. അവൾ സഹായം തേടി അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ പുറത്തേക്ക് പോയിട്ട് വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അവളാണെങ്കിൽ പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു വന്നതുമില്ല. അങ്ങനെ രാത്രിയാവുകയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഹീറോ അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാമെന്നാണ് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഹീറോയുടെ മകള് പറയണത് ഈ പ്രശ്നം ഉണ്ടായത് നമ്മുടെ ഈ ഡോറൊക്കെ ക്ലോസ് ആയത് മഴ പെയ്തതിന് ശേഷമാണെന്ന് അവൾ പറയുന്നു. അതുകൊണ്ട് ഇതിന് മഴയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ ഹീറോ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത് വെറും മഴയാണ്, നീ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മകളെ ആശ്വസിപ്പിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഹീറോ വീണ്ടും പുറത്തേക്ക് പോകാനായിട്ട് വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് വീടിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ എന്തോ പ്രത്യേകതയുള്ളതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നത്. വെള്ളം വെറും വെള്ളമല്ല. ഈ വെള്ളം എന്തിനെങ്കിലും വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഇൻവിസിബിൾ ബാരിയർ പോലെയുള്ള എന്തോ ഉണ്ടാകുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുകയാണ്. ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. ഈ മഴവെള്ളമാണ് വീടിനെ പുറത്തുനിന്നും വേർതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വാതിലുകളൊന്നും ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയാത്തത്. അങ്ങനെ പുറത്ത് കിടക്കാനായിട്ട് വേറൊരു വഴിയും ഇല്ലാതായതോടെ ആ കുടുംബം ജീവൻ നിലനിർത്താനുള്ള അടുത്ത പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. വീട്ടിലുള്ള ഭക്ഷണം എത്ര ദിവസത്തേക്ക് മതിയാകും, വെള്ളം എത്രയുണ്ട്, ഇലക്ട്രിസിറ്റി എത്ര കാലം ഉണ്ടാകും, എല്ലാം അവർ കണക്കെടുക്കുകയാണ്. ഭക്ഷണം കുറച്ച് മാസത്തേക്ക് കൂടിയുണ്ടാവും. പക്ഷേ അതിജീവനത്തിന് അത് മാത്രം പോരല്ലോ. വെള്ളവും കറൻറ്റും ഓരോ നിമിഷവും തീർന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഓരോ സാധനവും സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഹീറോ കുട്ടികളെ പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. മീൻ എങ്ങനെ വൃത്തിയാക്കണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഭക്ഷണം എങ്ങനെ സൂക്ഷിക്കണം, പുറത്തുനിന്ന് ഭക്ഷണം കിട്ടാതായാൽ നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹീറോയ്ക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ദിവസത്തെ മാത്രം പ്രശ്നമല്ല, ഇത് നീണ്ടു പോകാം എന്നെല്ലാം അവൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരാഴ്ച, 2 ആഴ്ച, അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. കതക് ഇപ്പോഴും തുറക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആർക്കും പുറത്തിറങ്ങാനും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഹീറോയുടെ ഭാര്യ വീട്ടിൽ തന്നെ ചെറിയ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി നമുക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, വീട്ടിലുള്ള ഫുഡൊക്കെ കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ചെറിയ വിത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓരോ ചെടിയും വളർന്നു തുടങ്ങുന്നത് കാണുമ്പോൾ കുടുംബത്തിന് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവരുടെ പ്രതീക്ഷയും വർദ്ധിക്കുകയാണ്. പക്ഷേ അവരുടെ അയൽ വീട്ടിലെ കുടുംബത്തിൻ്റെ സ്ഥിതി അത്രയും നല്ലതല്ല. അവരുടെ ഭക്ഷണം മുഴുവനും തീർന്നിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്കും ഫാമിലിക്കും വിഷമം തോന്നുന്നുണ്ട്. അവരെ സഹായിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഇവരെ കൊണ്ട് അതിന് സാധിക്കില്ല. ഇതിനിടയിൽ ക്രിസ്മസും എത്തിച്ചേരുകയാണ്. പുറത്തു കിടക്കാൻ കഴിയാത്തതിനാൽ അടുത്ത വീട്ടിലുള്ളവർ അവരവരുടെ സ്വന്തം വീടുകളിൽ നിന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. വളരെ ചെറിയൊരു സെലിബ്രേഷൻ, പക്ഷേ ആ നിമിഷം എല്ലാവർക്കും ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെയാണ്. ഹീറോയുടെ മകള് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മഴയിലെ ഒരു വിചിത്രമായ ക്രിയേച്ചറിനെ അവൾ കാണുന്നുണ്ട്. അത് മനുഷ്യനെ പോലെ തോന്നുന്നില്ല, വളരെ വലുതാണ്. അവൾ ഭയന്ന് അതിന്റെ ചിത്രം വരച്ചു വെക്കുന്നുണ്ട്. അവളുടെ സഹോദരനാണെങ്കിൽ അതൊന്നും വ്യക്തമായിട്ട് കാണാനും കഴിയുന്നില്ല. അവൾ കണ്ട കാര്യം ഹീറോയോട് പറയുന്നുണ്ടെങ്കിലും ഹീറോ അത് വിശ്വസിക്കുന്നില്ല. നീ ഇത്രയും ദിവസം വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ, നിന്റെ ഇമാജിനേഷൻ ആയിരിക്കുമെന്ന് അവൻ പറയാണ്. ഇതേ സമയത്ത് ഹീറോയുടെ വൈഫ് ഹോം മെയ്ഡ് കുക്കീസൊക്കെ ഉണ്ടാക്കി കുട്ടികളുടെ മൂടൊക്കെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തേക്ക് എല്ലാവരും വീണ്ടും സന്തോഷിക്കുന്നു. പക്ഷേ പുറത്തുള്ള ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ വീടുകളിൽ കുടുങ്ങിയപ്പോൾ കാട്ടുമൃഗങ്ങൾ സ്വതന്ത്രരായി ചുറ്റിത്തിരിയാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു. അടുത്ത വീട്ടിലെ ഒരു വയസ്സായ സ്ത്രീയുടെ ആരോഗ്യനില മോശമാകുകയാണ്. അവരെ സഹായിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഒടുവിൽ അവർ മരണപ്പെടുകയാണ്. ഈ സംഭവം ഹീറോയുടെ കുടുംബത്തെ തകർക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്ന് അയൽ വീട്ടിലാണ് മരണം സംഭവിച്ചതെങ്കിൽ അത് നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. ഇതിനിടയിൽ അവരുടെ നായക്കുള്ള മരുന്നും തീർന്നു തുടങ്ങുകയാണ്. ഹീറോയുടെ ഏറ്റവും വലിയ വിഷമം അതാണ്. അവൻ നായയെ കഴിയുന്നത്ര പരിചരിക്കുന്നുണ്ട്. പക്ഷേ മരുന്നില്ലാതെ അതിൻ്റെ അവസ്ഥ മോശമാവുകയാണ്. ഒരു ദിവസം രാത്രി ഹീറോയുടെ മകള് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മുൻപ് സഹായം തേടി ഓടിപ്പോയ ആ അയൽ വീട്ടിലെ പെൺകുട്ടിയെ വീണ്ടും കാണുന്നു. അവൾ ഭയന്ന് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പിന്നിലെ എന്തോ വലിയൊരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത നിമിഷം ആ ക്രിയേച്ചർ അവളെ ആക്രമിക്കുകയാണ്. കുടുംബം മുഴുവൻ ഞെട്ടിപ്പോവാണ്. അതിനുശേഷം ഹീറോ കർശനമായ ചില റൂൾസ് കൊണ്ടുവരികയാണ്. ആരും ജനലിനടുത്തേക്ക് പോകരുത്, പുറത്ത് നോക്കരുത്, എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഹീറോ മകള് പറഞ്ഞ ആ മോൺസ്റ്ററിന്റെ കാര്യം വിശ്വസിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ മകൾ വീണ്ടും പറയുന്നു, അച്ഛാ, ഞാൻ കണ്ട മോൺസ്റ്ററുകളിലൊന്ന് വേറെയായിരുന്നു. അത് നമ്മളെ ഉപദ്രവിക്കാൻ വന്നതുപോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഹീറോയ്ക്ക് അതൊന്നും അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അവന്റെ കാഴ്ചപ്പാടിൽ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മോൺസ്റ്റേഴ്സ് തന്നെയാണ്. അവയിൽ നല്ലതോ ചീത്തയോ എന്നൊന്നുമില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നു പോവാണ്. ഒരു ദിവസം മകൾ എക്സസൈസ് ചെയ്യുമ്പോൾ ചിമ്മിനിയിൽ നിന്ന് എന്തോ താഴേക്ക് വീഴുന്നു. അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് ചിമ്മിനി തുറന്നിരിക്കുന്നു. അവൻ മകളെ ചിമ്മിനി വഴി മുകളിലേക്ക് അയക്കുകയാണ്. പക്ഷേ പുറത്തേക്ക് പൂർണ്ണമായിട്ടും പോവാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല. ഒരു കൈ മാത്രം പുറത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയുകയാണ്. അതിനാൽ ആ ശ്രമം പരാജയപ്പെടുന്നു. അപ്പോഴാണ് അവരുടെ നായയുടെ ആരോഗ്യനില വളരെ മോശമായതായി മനസ്സിലാക്കുന്നത്. മരുന്ന് മുഴുവൻ തീർന്നിരിക്കുന്നു. ഇനി അതിനെ രക്ഷിക്കാനായിട്ട് കഴിയില്ലെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. കുടുംബത്തിന് അത് വളരെ വിഷമം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. ഹീറോയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളിലൊന്ന് അവൻ എടുക്കാനായി വരുന്നു. അവൻ്റെ കയ്യിലുള്ള തോക്കുപയോഗിച്ച് വിഷമത്തോടെ ആ നായയുടെ ജീവൻ അവൻ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവനും തീർന്നിരുന്നു. അപ്പോഴാണ് പുറത്തുള്ള മൃഗങ്ങളെ ഉപയോഗിച്ച് ഭക്ഷണം കണ്ടെത്താനുള്ള മാർഗം ഹീറോ ചിന്തിക്കുന്നത്. അങ്ങനെ വീട്ടിൽ തന്നെ ചെറിയ ട്രാപ്പൊക്കെ അവൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ചിമ്മിനിക്കുള്ളിലൂടെ ആ ട്രാപ്പ് അവൻ പുറത്തേക്ക് എത്തിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ അവനൊന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ മൃഗം അതിൽ കുടുങ്ങുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം കുടുംബത്തിന് കിട്ടുന്ന ആദ്യത്തെ ഫ്രഷ് ഫുഡാണത്. അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. അവർ വീടിനുള്ളിൽ തന്നെ കൃഷി തുടങ്ങിയത് കൊണ്ട് അതിൽ നിന്നും അവർക്ക് ഭക്ഷണം ലഭിക്കുകയാണ്. അടുത്തുള്ള പല കുടുംബത്തിലെയും ഭക്ഷണം തീർന്നു തുടങ്ങി. ചിലർ പ്രതീക്ഷ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഹീറോയുടെ കുടുംബം മാത്രം നമ്മൾ അവസാനം വരെ പോരാടും എന്ന് തീരുമാനിക്കുന്നു.
അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഒടുവിൽ ഏകദേശം 5 വർഷം കഴിഞ്ഞു. 5 വർഷം മുമ്പ് കുട്ടികളായിരുന്ന മകനും മകളും ഇപ്പോൾ വളർന്നിരുന്നു. പക്ഷേ അവർ ഒരിക്കലും ആ വീടിന് പുറത്തേക്ക് പോയിട്ടില്ല. മകനാണെങ്കിൽ എപ്പോഴും വീടിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഹീറോയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് പുറത്തുള്ള ലോകം കാണണം. ഹീറോയുടെ വൈഫിനും ഇത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ജീവിതം മുഴുവൻ ഈ വീടിനുള്ളിൽ കഴിയാൻ കഴിയില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ പുറത്തേക്ക് പോകാനും വഴിയില്ല. അതേസമയം വീടിൻ്റെ അവസ്ഥയും മോശമാവുകയാണ്. തുടർച്ചയായ മഴ കാരണം വീടിൻ്റെ അടിയിലെ മണ്ണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീട് തന്നെ മണ്ണിനടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഹീറോ അവൻ്റെ പഴയ കാറ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ പോലും കഴിയില്ല, പിന്നെ എന്തിനാ ഈ കാറെന്ന്. ഹീറോ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ളതൊന്നും നശിപ്പിക്കാനായിട്ട് അനുവദിക്കരുത്, ഒരിക്കൽ അവസരം കിട്ടിയാൽ നമ്മൾ തയ്യാറായിട്ടിരിക്കണമെന്ന്. അങ്ങനെ വീണ്ടും മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി അടഞ്ഞുകിടന്ന അവരുടെ വീടിൻ്റെ പ്രധാന വാതിൽ സ്വയം തുറക്കുന്നു. കുടുംബം ഞെട്ടിപ്പോവാണ്. അവരെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് പോയി ഒളിച്ചിരിക്കുകയാണ്. ഒരു വലിയ ക്രിയേച്ചർ അവരുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നു. അത് വീടിനുള്ളിലൂടെ നടക്കുമ്പോൾ ചുറ്റുമുള്ള ചെടികൾ നശിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. ക്രിയേച്ചർ ഓരോ മുറിയിലും പരിശോധിക്കുകയാണ്, ആരെങ്കിലും ഈ വീടിനുള്ളിൽ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ആരെയും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവസാനം അത് പുറത്തേക്ക് പോവാണ്. ഹീറോയുടെ മകൻ ഓടിച്ചെന്ന് ആ വാതിലിലൂടെ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ അപ്പോഴേക്കും അവനെ പിടിച്ചു നിർത്തുകയാണ്. ക്രിയേച്ചർ പുറത്തേക്ക് പോയതോടുകൂടി ആ വാതില് വീണ്ടും അടയുന്നു. അപ്പോൾ മകള് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ ക്രിയേച്ചർ വീടിനുള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളമായിട്ടുണ്ട്. പക്ഷേ അത് സാധാ വെള്ളമല്ല, അത് കടൽ വെള്ളമാണ്. ഈ ക്രിയേച്ചർ ഒരു പക്ഷേ കടലിൽ നിന്നുള്ള ജീവിയായിരിക്കാം. മനുഷ്യർ ഭൂമിയെ അവരുടേതാണെന്ന് കരുതിയിരുന്നു. പക്ഷേ ഭൂമിയുടെ ഭൂരിഭാഗവും കടലാണ്. അവിടെ എന്താണ് ജീവിക്കുന്നതെന്ന് മനുഷ്യർക്ക് ഇന്നും പൂർണ്ണമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇത് മനുഷ്യരുടെ ലോകത്തേക്കുള്ള മറ്റൊരു ജീവിവർഗത്തിൻ്റെ വരവായിരിക്കാം. പക്ഷേ ഹീറോ ഇപ്പോഴും മനുഷ്യരുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ വീടാണ്, ഈ ലോകവും നമ്മുടേതാണെന്ന്. ഇതേ സമയത്ത് ഹീറോ പുറത്തു വെച്ചിരുന്ന ട്രാപ്പിൽ ഒരു മൃഗം കുടുങ്ങുകയാണ്. അത് ചിമ്മിനിക്കുള്ളിലൂടെ വീടിനകത്തേക്ക് വരുന്നു. മകൾ ഓടിച്ചെന്ന് അതിനെ എടുത്തതും അത് മകളുടെ കയ്യിൽ കടിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടി മകളുടെ ആ മുറിവ് മോശമാവുകയാണ്. അവരുടെ കയ്യിലാണെങ്കിൽ ശരിയായ മെഡിസിനും ഇല്ല. മകളെ രക്ഷിക്കണമെങ്കിൽ പുറത്തേക്ക് പോയിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരണം. പക്ഷേ അവിടേക്ക് പോകാനും കഴിയില്ല. അപ്പോഴാണ് ഹീറോ വർഷങ്ങളായിട്ട് വീടിനടിയിലെ മണ്ണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുന്നത്. അവൻ നിലം കുഴിക്കാൻ തുടങ്ങുകയാണ്. അവിടെ ഒരു ചെറിയ ടണല് കണ്ടെത്തുന്നുണ്ട്. അതിലൂടെ അയൽ വീട്ടിലേക്ക് പോകാനായിട്ട് കഴിയും. ആ ടണലിലൂടെ ഹീറോയുടെ ഭാര്യ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അവള് ആ ടണൽ വഴി അയൽ വീട്ടിലേക്ക് പോകുകയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആൻറ്റിബയോട്ടിക്സ് കണ്ടെത്തണം. വീടിനുള്ളിൽ കയറിയപ്പോൾ അവൾ കാണുന്നത് ആ കുടുംബം എത്ര ഭയാനകമായ അവസ്ഥയിലാണ് എത്തിയതെന്നാണ്. വർഷങ്ങളായി അവിടെ കിടന്നിരുന്ന പഴയ ശരീരാവശിഷ്ടങ്ങളും വെള്ളം നിറഞ്ഞ വീടും എല്ലാം അവളുടെ മനസ്സിനെ തകർക്കുകയാണ്. പക്ഷെ അവൾക്ക് സമയം കളയാൻ കഴിയില്ല. മകളെ രക്ഷിക്കണം. അവളൊടുവിൽ അവിടെയെല്ലാം പരിശോധിച്ചതിന് ശേഷം മെഡിസിൻ കണ്ടെത്തുന്നു. പക്ഷെ അതേ സമയത്ത് ഒരു ക്രിയേച്ചർ ആ വീട്ടിലേക്ക് എത്തുകയാണ്. അവൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ക്രിയേച്ചർ അവളെ ശ്രദ്ധിക്കുന്നു. അവൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എത്രയും പെട്ടെന്ന് ആ ടണലിലൂടെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷേ അവൾക്ക് പിന്നാലെ ആ ക്രിയേച്ചർ ടണൽ വഴി അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോ വേഗം വന്ന് ആ ക്രിയേച്ചറിനെ തടഞ്ഞു നിർത്തുകയാണ്. ഒടുവിൽ മകൾക്ക് മെഡിസിൻ ലഭിക്കുന്നു. അവളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. കുടുംബത്തിന് വീണ്ടും പ്രതീക്ഷ വരുന്നു. പക്ഷേ ഹീറോ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഇനി ക്രിയേച്ചറിന് ഈ വീടിനുള്ളിൽ മനുഷ്യരുണ്ടെന്നറിയാം. അതിനാൽ അടുത്ത ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇനി ഒളിച്ചിരിക്കുകയല്ല, അവരെ നേരിടുകയാണ് വേണ്ടത്. മകൻ ഒരു ഐഡിയ പറയുന്നുണ്ട്. അവയ്ക്ക് വീടിനുള്ളിലേക്ക് വരാൻ കഴിയുമെങ്കിൽ അവയെ നമ്മൾ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരാമെന്ന്. കുടുംബം മുഴുവൻ ചേർന്ന് വീടിൻ്റെ പല ഭാഗങ്ങളിലും ട്രാപ്പ് ഒരുക്കുന്നു. അവരുടെ പ്ലാൻ വളരെ സിമ്പിളായിരുന്നു. ക്രിയേച്ചർ അകത്ത് വന്നാൽ അതിനെ ട്രാപ്പ് ചെയ്യുക, അവസരം കിട്ടിയാൽ വാതിൽ തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെടുക. അങ്ങനെ അവർ അവസാന പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയാണ്. അവസാനം ആ ദിവസം എത്തിച്ചേരുന്നു. വീണ്ടും മഴ. വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങുന്നു. ക്രിയേച്ചർ വീട്ടിനുള്ളിലേക്ക് വരുന്നു. പക്ഷേ ഈ തവണ കുടുംബം തയ്യാറാണ്. അവർ ചേർന്ന് അവയെ തടയാനായിട്ട് ശ്രമിക്കുന്നു.
ഒരു ക്രിയേച്ചറിനെ ട്രാപ്പ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ മകള് അതിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അവള് എന്തോ ശ്രദ്ധിക്കുന്നു. ആ ക്രിയേച്ചർ ആക്രമിക്കാൻ വരുന്നില്ല, അത് പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയും അത് മനസ്സിലാക്കുന്നത്. മകള് ആദ്യ ദിവസം മുതൽ പറഞ്ഞിരുന്നു, എല്ലാ മോൺസ്റ്റേഴ്സും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരല്ല. അപ്പോൾ ഹീറോ ആ ക്രിയേച്ചറിനെ വീണ്ടും നോക്കുന്നു. അതിൻ്റെ കണ്ണുകളിൽ കോപമല്ല ഉള്ളത്, അതിന് ഭയമാണുള്ളത്. അവസാനം അവൻ അതിനെ ഉപദ്രവിക്കാതെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നു. അവൻ അതിനെ ബന്ധിച്ചിരുന്നതെല്ലാം മാറ്റുന്നു. ക്രിയേച്ചർ കുറച്ചു സമയം അവരെ നോക്കി നിൽക്കാണ്. അതിനുശേഷം അവർക്ക് ആ വാതിൽ തുറന്നു കൊടുക്കുന്നു. 5 വർഷമായി ആരാലും തുറക്കാൻ കഴിയാതിരുന്ന ആ വാതിൽ അത് തുറക്കുകയാണ്. കുടുംബം വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു. 5 വർഷത്തിന് ശേഷം അവർ ആദ്യമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്തു വെക്കുന്നു. പക്ഷേ പുറത്തുള്ള ലോകം അവർ വിചാരിച്ചതുപോലെയല്ല. അവിടെ കുറേയധികം വലിയ ക്രിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം അവരെ വന്ന് ചുറ്റി നിൽക്കുകയാണ്. ഇപ്പോൾ അവരെല്ലാവരും വീണ്ടും ഒരു വലിയ അപകടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അവരൊന്നും ചെയ്യാതെ വിട്ടയച്ച ക്രിയേച്ചർ പുറത്തേക്ക് വരുന്നു. അത് മറ്റുള്ള ക്രിയേച്ചറിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവരോട് എന്തോ പറയുന്നത് പോലെ തോന്നുകയാണ്. പിന്നെ മറ്റു ക്രിയേച്ചേഴ്സ് പതുക്കെ പിന്മാറുന്നു. അപ്പോഴാണ് കുടുംബത്തിന് മനസ്സിലാവുന്നത് അവരെ രക്ഷിച്ചത് അവർ കൊന്നുകളയാൻ ശ്രമിച്ച അതേ ക്രിയേച്ചറാണെന്ന്. അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. 5 വർഷം ജീവിച്ചിരുന്ന അവരുടെ വീട് ഇപ്പോൾ മണ്ണിനടിയിലേക്ക് പതിക്കുകയാണ്. അവരെ ഇത്രയും വർഷം സംരക്ഷിച്ച വീട് ഇനിയില്ല. പക്ഷേ അതിനു പകരം അവർക്ക് കിട്ടിയത് സ്വാതന്ത്ര്യമായിരുന്നു. അവരെല്ലാവരും അവർ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് കൂടെ നടക്കുകയാണ്. ഒരിക്കൽ ആളുകളുടെയും കുടുംബങ്ങളുടെയും ശബ്ദം നിറഞ്ഞിരുന്ന ആ സ്ഥലം ഇപ്പോൾ ശൂന്യമാണ്. പഴയ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മരങ്ങളും വള്ളികളും എല്ലായിടത്തും വളർന്നിരിക്കുന്നു. മനുഷ്യരുടെ ലോകം മാറിപ്പോയി. അവർ ആവശ്യമായ സാധനങ്ങൾ അവിടെയുള്ള പഴയ വീടുകളിൽ നിന്നും ശേഖരിക്കുകയാണ്. അവസാനം ഒരു ബോട്ടും കണ്ടെത്തുന്നു. അതിൽ കയറി അവർ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. അപ്പോഴാണ് മകൻ അച്ഛനോട് ഒരു പ്രധാന കാര്യം പറയുന്നത്. നമ്മൾ ആ ക്രിയേച്ചറിനെ വിട്ടയച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവനോടെ ഉണ്ടാവുകയില്ലായിരുന്നു. ആ ക്രിയേച്ചേഴ്സും മനുഷ്യരെ പോലെ തന്നെയുള്ള ജീവികളാണ്. അവരും ജീവിക്കാൻ ഒരു സ്ഥലം തേടുകയായിരുന്നു. മനുഷ്യർ അവരുടെ ലോകത്തേക്ക് കടന്നതുപോലെ അവരും മനുഷ്യരുടെ ലോകത്തേക്ക് എത്തിയതാണ്. അവസാനമായി അവർ ദൂരെയുള്ള നഗരത്തിലേക്ക് നോക്കുന്നു. ഒരിക്കൽ വലിയ നഗരമായിരുന്ന ആ സ്ഥലം ഇപ്പോൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. അവിടെ മാത്രം കെട്ടിടങ്ങളുടെ മുകളുകൾ വെള്ളത്തിന് മുകളിൽ കാണാം. അപ്പോഴാണ് ഒരു റേഡിയോ സിഗ്നൽ ലഭിക്കുന്നത്. ആദ്യം എല്ലാവരും നിശബ്ദരാവുകയാണ്. പിന്നെ ഒരു മനുഷ്യൻ്റെ ശബ്ദം. മറ്റാരോ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവർ റേഡിയോ വഴി കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും കുടുംബവും അവരിത്രയും കാലം ജീവിച്ചിരുന്ന അവരുടെ വീടും സ്ഥലവുമെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.